2024 തുടക്കം മുതൽ ഏകാധിപത്യ മോദി ഭരണകൂടത്തിന് തിരിച്ചടിയോട് തിരിച്ചടിയാണ്. 400 പാറിക്കാൻ നിന്നിട്ട് 240 പാറി നിതീഷ് നായിഡു ഡിപെൻഡന്റ് അലയൻസ് എന്ന ND സഖ്യത്തിന്റെ പിൻബലത്തിൽ കഷ്ടിച്ച് അധികാരത്തിൽ കടന്നുകൂടാൻ സാധിച്ച മോദിക്ക് കാര്യങ്ങൾ ശുഭകരമല്ല. ഏകാധിപത്യപരമായി യാതൊരു തെളിവുമില്ലാതെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ജയിലിലടച്ച ഓരോ നേതാക്കളെയായിട്ട് സുപ്രീം കോടതി ജാമ്യത്തിൽ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ കഴിഞ്ഞ 17 മാസമായി ഒരു ട്രയൽ പോലും നടത്താതെ യാതൊരു കുറ്റവും തെളിയിക്കാതെ ജയിലിലടച്ചിരുന്ന മുൻ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഡൽഹി മദ്യനയ അഴിമതി കേസിന്റെ പേരിലാണ് കഴിഞ്ഞ 17 മാസമായി ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് EDയെയും CBIയെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് ഏകാധിപത്യപരമായി മോദി ഭരണകൂടം ജയിലിലടച്ചത്. മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്: വിചാരണ കോടതികളും ഹൈക്കോടതികളും ജാമ്യം അവകാശമാണെന്നുള്ള കാര്യം പലപ്പോഴും പരിഗണിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെടുന്നു. യാതൊരു വിചാരണയും നടത്താതെ മനീഷ് സിസോദിയയെ 17 മാസമായി ജയിലിൽ പാർപ്പിച്ചത് അദ്ദേഹത്തിന്റെ മനുഷ്യാവകാശങ്ങളുടെ ലംഘനമാണ്. ഭരണഘടനയുടെ 21ാം അനുച്ഛേദ പ്രകാരം വിചാരണ നടത്തുന്നതിനുള്ള അദ്ദേഹത്തിന്റെ അവകാശങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ്. വളരെയേറെ പേരെയാണ് മോദി ഭരണകൂടം യാതൊരു തെളിവുമില്ലാതെ PMLA കേസിലും മറ്റ് കേസുകളിലുമായി കഴിഞ്ഞ 10 വർഷമായി ജയിലിലടച്ചത്. ഒരു ഉപമുഖ്യമന്ത്രിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാമെങ്കിൽ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. അദ്ദേഹത്തിന് നഷ്ടമായ 17 മാസങ്ങൾ തിരിച്ചു കൊടുക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ആരാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട 17 മാസങ്ങൾക്കും ഏൽക്കപ്പെട്ട പീഡനങ്ങൾക്കും ഉത്തരവാദി? കഴിഞ്ഞ 4 വർഷമായി ഒരു വിചാരണ പോലുമില്ലാതെ ഉമർ ഖാലിദിനെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ വൃത്തികെട്ട മുഖമാണ് ഇത് തെളിയിക്കുന്നത്. മോദിയുടെ ചട്ടുകമായ EDയുടെയും CBIയുടെയും മുഖത്തേറ്റ വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഈ വിധി. ഗുസ്തി താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ BJPയുടെ മുൻ MP ആയ ഒരു ഗുണ്ട അക്യൂസ്ഡ് ആയിട്ട് ഇത്ര നാളുകളായി ഇത്രയേറെ പ്രക്ഷോഭങ്ങൾ നടന്നിട്ട് ഒരു നടപടിയും എടുക്കാൻ മോദി സർക്കാർ തയ്യാറായിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് ലൈംഗിക പീഡനം എന്ന് ഓർക്കണം. സ്ത്രീകളുടെ സുരക്ഷയെ, ഇന്ത്യയിലെ സ്പോർട്സ് താരങ്ങളുടെ സുരക്ഷയെ അവഗണിക്കാൻ മോദി സർക്കാരിന് ഒരു ലജ്ജയും മടിയുമില്ല. ഒരു ജനാധിപത്യ രാജ്യത്ത്, ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പാടുണ്ടോ? AAPയുടെ രാജ്യസഭാ MP സഞ്ജയ് സിംഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സന്തോഷ പ്രകടനങ്ങളാണ് ഇത്. അദ്ദേഹവും 6 മാസത്തിലധികം ഈ മെയ്ഡപ്പ് കേസിൽ ജയിലിൽ കിടന്നതാണ്. മനീഷ് സിസോദിയയുടെ ജാമ്യത്തിൽ AAPയുടെ ഓഫീസിൽ ഡൽഹി ആരോഗ്യമന്ത്രി സൗരഭ് ഭരദ്വാജിന്റെ നേതൃത്വത്തിൽ മധുരം വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങളാണിത്. മനീഷ് സിസോദിയയുടെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിന്റെ ജാമ്യവിവരം അറിഞ്ഞ സന്തോഷത്തിൽ മധുരം പങ്കുവയ്ക്കുന്ന സുന്ദരമായ ദൃശ്യങ്ങൾ ഇതാണ്. അതിഷി മർലേനയും സഞ്ജയ് സിംഗും മറ്റ് AAP പ്രവർത്തകരും ചേർന്ന് അദ്ദേഹത്തെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ആനയിക്കുകയാണ്. അത്യധികമായ ആഹ്ലാദ പ്രകടനത്തോടെ പടക്കം പൊട്ടിച്ചാണ് AAP പ്രവർത്തകർ അദ്ദേഹത്തെ വരവേറ്റത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ അദ്ദേഹത്തെ അരവിന്ദ് കേജ്രിവാളിന്റെ ഭാര്യ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ ഇതാ. അദ്ദേഹം നേരെ അരവിന്ദ് കേജ്രിവാളിന്റെ മാതാവിനെയും പിതാവിനെയും നേരിട്ട് ചെന്ന് കണ്ട് അനുഗ്രഹം വാങ്ങി. അരവിന്ദ് കേജ്രിവാളിന്റെ വീട്ടിൽ അദ്ദേഹത്തെ എല്ലാവരും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. ജാമ്യത്തിൽ ഇറങ്ങിയ അദ്ദേഹം തന്റെ അമ്മയോടും ഭാര്യയോടുമൊപ്പം വളരെ സന്തോഷപൂർവ്വം ഇരിക്കുന്ന ഈ ചിത്രങ്ങൾ ഏവരുടെയും കണ്ണുകൾ കുളിർപ്പിക്കുമെന്ന് സംശയമില്ല. അങ്ങനെ ഒരു ഏകാധിപത്യ മോദി ഭരണകൂടത്തിന്റെ കള്ളക്കളികൾ ഓരോന്നായി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും മോദിയുടെ പ്രതികാര രാഷ്ട്രീയം ഇന്ത്യയിൽ വിലപ്പോകില്ല എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണിവ.